എന്റെ ഡബിൾ ടക്കർ രണ്ടെണ്ണം കൂടെ സിംഗിൾ ടക്കർ ആക്കി. കംപ്ലൈന്റ് ആയിരുന്നല്ലേ? അവന്റെ ഉടായ്പൊക്കെ പോട്ടെ, കണ്ടില്ലേ പൊളിഞ്ഞു പോയിട്ടില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് 2 ക്രിസ്മസ് ആഘോഷിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട്. കൂട് ചാറ് എല്ലാം കൊണ്ടുപോയി ആഘോഷിക്കും. ഇതെല്ലാം കൂടെ എത്ര രൂപയാവും? 4000 രൂപയാവും. പക്ഷെ സാറായോണ്ട് 4500 വന്നാൽ അത് കച്ചവടം നടക്കട്ടെ. 3500 വന്നാൽ അത് പറയല്ലോ. 4000 പിന്നെ നമുക്ക് പൈസ കണക്ക് അറിഞ്ഞു പോലെ. ഇനി ഒന്നും ചോദിക്കല്ലേ കേട്ടാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, വീട്ടിലോട്ട് പാടാ നീ. അല്ല എങ്ങോട്ട് പോണ്? എന്റെ ഡബിൾ ട്രക്കർ തുറച്ചിട്ട് എങ്ങോട്ട് പോണ്? അയ്യേ, അത് കംപ്ലൈന്റ് അല്ലേ? കംപ്ലൈന്റാ? പപ്പയും മോനും കൂടെ അടിപൊളിയിട്ടാണ് അത് കംപ്ലൈന്റ് ആയത്. മര്യാദക്ക് ഡബിൾ ടക്കറിന്റെ 3000 രൂപ തന്നിട്ടേ പോവാവൂ. എന്റെ പൊന്നാളി, അത് സംഭവം വെച്ചാലേ ഇതിന്റെ ടാക്സ് ആണ് എന്തോ കറക്റ്റ് കേറി ഇരുന്നില്ല. അത് പറഞ്ഞാൽ പറ്റൂല. എന്റെ ഡബിൾ ടക്കറിന്റെ പൈസ തരാനാ ഈ കുടുംബം ഒരു കാലം അങ്ങോട്ട് വെക്കാൻ. അതൊന്നും ഈ കംപ്ലൈന്റ് സാധനങ്ങൾക്ക് ആരെങ്കിലും പൈസ കൊടുക്കും? മര്യാദക്ക് സംസാരിക്കണം. എന്റെ ഡബിൾ ടക്കർ 2 കൂടെ തൊലച്ചിട്ടും. എന്റെ പൊന്ന് സഹോദര, ഈ കംപ്ലൈന്റ് ആയി സാധനങ്ങൾക്ക് നമ്മൾ എന്തിനാണ് പൈസ കൊടുക്കുന്നത്? പിന്നെ പൈസ കൊടുക്കണ്ടേ? പിന്നെ അവന്റെ പുൽക്കൂട് തകർത്ത് കഴിഞ്ഞാൽ പിന്നെ അവന് പൈസ കൊടുക്കണ്ടേ? കളിക്കാതെ പൈസ കൊടുത്തിട്ട് പോകാറേ. പൈസ കൊടുത്തിട്ട് പോയി. എടി, ആ സാധനം കൊടുത്തിട്ട് പൈസ തിരിച്ചു പോയി. ചേട്ടൻ ഇങ്ങനൊന്നും അല്ലല്ലോ ചേട്ടാ ആദ്യം പറഞ്ഞത്. ചേട്ടന്റെ സാധനം ഞങ്ങളുടെ പൈസ ഇങ്ങനെ. അതെന്തോ ഏർപ്പാട്? ഏതെങ്കിലും കടയിൽ സാധനം വാങ്ങിച്ചിട്ട് ആ സാധനം ആ കടയിൽ തിരിച്ചു കൊടുക്കാമോ? അങ്ങനെ ആരെങ്കിലും ചെയ്യൂ? അയ്യോ, കണ്ട സംഭവം സമയമായപ്പോഴും അമ്മ 2 കൂടെ ഒന്നായി. ഇതാണ് ഞങ്ങളുടെ കച്ചവടം. നമ്മുടെ അപ്പച്ചൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സഹോദരങ്ങൾ എത്ര തമ്മിൽ തല്ലിയാലും ഒരാൾക്ക് ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് നിൽക്കണമെന്ന്. രക്തം രക്തത്തിനെ തിരിച്ചറിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പൈസ തരണോ? 3000 രൂപ തരണം. ഞാൻ വെച്ചിട്ടുണ്ടോ? അതെ, രണ്ടുപേരും പോകാൻ വരട്ടെ. പൈസ തിരിച്ചു തരാനായിരിക്കും. ഇങ്ങ് വാ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ മനോഹരമായ കുടുംബത്തിന് ഞങ്ങൾ കീരിക്കാടൻ ബ്രദേഴ്സിന്റെ ക്രിസ്മസ് ആശംസകൾ.